ഇങ്ങോട്ട് വരാൻ തോന്നിയതിന് നന്ദിയുണ്ട്. എനിക്കുള്ള ശിക്ഷയായിരുന്നു ആ വിവാഹാലോചന, അതോ പരിഹാസമോ? പെട്രോൾ പമ്പ് നടത്തുന്ന ഇഷ്ടംപോലെ പണമുള്ള മനുഷ്യൻ, ബാധ്യതകളില്ല. തന്റെ നല്ല പ്രായത്തിൽ ഭാര്യ നഷ്ടപ്പെട്ടയാൾ, എല്ലാം കൊണ്ട് യോഗ്യൻ. സാറിന്റെ സെലക്ഷൻ കൊള്ളാം. പക്ഷെ ആ മനുഷ്യന്റെ പ്രായവും. മീര, ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയ ഒരാള് മതി മീരയ്ക്കെന്ന് തോന്നിയോ? ശിഷ്ടജീവിതത്തില് അവളൊരു വൃദ്ധനെ പരിചരിച്ചോട്ടെ എന്ന് കരുതിയോ? മീര എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാറിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയെന്നാ എനിക്ക് തോന്നുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീ സമൂഹത്തില് പലപ്പോഴും ഒരു കാഴ്ചവസ്തുവാണ്. പലരുടെയും പ്രലോഭനങ്ങളും അടക്കി വെച്ച ആഗ്രഹങ്ങളും അവളെ ചുറ്റിപ്പറ്റി ചിറകടിച്ച് പറക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ അവള് വീടിനും നാടിനും ഒരു ഭാരമായി മാറും. ചുമലിൽ ഒരു ഭാരം കയറ്റി അത് ഇറക്കി വെക്കാനായിരിക്കുമല്ലോ ആരായാലും ശ്രമിക്കുക. ഇങ്ങനെ കുത്തി നോയിച്ച് സംസാരിക്കരുത് പ്ലീസ്. മീരയോട് തോന്നിയ ഇഷ്ടം നേരിട്ടറിയിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടിയാ സമ്മാനമായി ഒരു മോതിരം വാങ്ങിയത്. ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ച് ഞാനത് മീരയ്ക്ക് സമ്മാനിക്കാൻ നോക്കി. അതിനുള്ള ശിക്ഷയായിട്ടല്ലേ മീര ഇത്രയും നാൾ എന്നീന്നാകുന്നത്, എന്നെ ഒഴിവാക്കാൻ നോക്കിയത്. ഫോൺ വിളിച്ചപ്പോ വെറുപ്പോടെ ശല്യപ്പെടുത്തരുതെന്ന് വിലക്കിയത്. അത്രയ്ക്ക് വലിയ അപരാധമാണോ ഞാൻ ചെയ്തത്? വെറും ഒരു മോതിരം എന്ന് പറയണ്ട. അതിനു മുമ്പ് തന്ന ബ്രേസ്ലെറ്റ് ഞാൻ സ്വീകരിച്ചില്ലേ? പക്ഷെ ആ മോതിരം, അരവിന്ദ് രാജ എന്ന പേരിന്റെ ആദ്യ അക്ഷരങ്ങളായ എയും ആറും കൊത്തിയ ആ മോതിരം, അത് വെറും ഒരു സമ്മാനമായിരുന്നോ? എനിക്കങ്ങനെ തോന്നിയില്ല. അതൊരു സൂചനയായിരുന്നു, നിശബ്ദമായ ഒരു അഭ്യർത്ഥനയായിരുന്നു. അങ്ങനെ തോന്നിയ നിമിഷത്തിൽ ഞാൻ എഴുന്നേറ്റ് പോയി. മീര എന്റെ മുമ്പിൽ ഉപേക്ഷിച്ചു പോയ ആ മോതിരം പക്ഷെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല. കാരണം അത് വെറും ഒരു ഗിഫ്റ്റ് അല്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ മീരയോ നിളയോ അല്ലെങ്കിൽ നിഖിലോ നമുക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല. ഓ, അപ്പൊ അങ്ങനെയാണ്. ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാ നിങ്ങളുടെ പരിപാടി അല്ലയോ? ഇത് ശരിയായ നടപടിയാണോ? ഞാൻ ഒളിച്ചു നിന്നതല്ല, ഇതിലെ പോയപ്പോ അറിയാതെ കേട്ടുപോയി. അറിയാതെ കേട്ടുപോയി. അറിയാതെ കേട്ടുപോയ കാര്യങ്ങളെ നിങ്ങളുടെ ഈ മനസ്സിനകത്ത് തന്നെ വെച്ചാ മതി. നാളെ നിങ്ങൾക്കും മക്കളുണ്ടായി കുടുംബമായി താമസിക്കേണ്ടതാ. ഓ, ഒരു കുടുംബം സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആണോ? അതിനിടയിൽ അപവാദങ്ങൾ ഉണ്ടായാൽ അത് സമാധാനം നശിപ്പിക്കും. ആഹാ, പല കുടുംബങ്ങളും അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. ഉണ്ടല്ലോ. അതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല. ആ കുടുംബങ്ങൾ തകർന്നതേ ഈ വിമല ഏഷണി പറഞ്ഞിട്ടല്ല. മീരയോടും നിളയോടും നിങ്ങൾക്ക് എന്തോ ഒരു സഹതാപവും സ്നേഹവും. ആ സഹതാപത്തില് ഒരു 2 സ്പൂൺ സ്നേഹം ഒഴിച്ച് ഇന്ന് അത്താഴത്തിന് കഴിച്ചാ മതി കേട്ടോ. ശരിയാക്കി തരാം ഞാൻ. ഓ, ചപ്പാത്തി. ഓ, വെജിറ്റബിൾ കറി ശരിയാക്കി തരാം. സഹതാപക്കാരി ഇന്ന് അത്താഴം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. അയ്യോ വിമലെ, എന്തായി കാണിക്കുന്നേ? കഴിക്കാനുള്ള ആഹാരത്തിൽ വെള്ളമെടുത്ത് ഒഴിക്കാതെ. ദൈവദോഷം കിട്ടും വിമലെ. ആണോ? ദൈവത്തോട് ഞാൻ പറഞ്ഞോളാം. എന്നെ ഗുണദോഷിക്കാൻ വന്നാലേ ഇതുപോലെ പട്ടിണി അടക്കേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എനിക്ക് മാത്രമല്ല, വിമലയ്ക്കും കഴിക്കാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയായിരുന്നു. ഓഹോഹോ, അയ്യോ കഷ്ടം. നിങ്ങള് വിമലെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് കഴിക്കാനേ അടുക്കളയില് ബ്രെഡ് ഇരിപ്പുണ്ട്. എനിക്കത് മതി. നിങ്ങൾ ഇന്ന് അത്താഴപ്പട്ടിണി. മുത്തശ്ശ, ദേ ഈ 2 വിരൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചേ. അമ്മേ, ഇതിൽ ഒരു വിരലിൽ തൊട്ടാൽ യെസ്, മറ്റേ വിരലിലാണ് തൊടുന്നെങ്കിൽ നോ.
ഏതൊക്കെ വിരലുകളാണ് യെസ് എന്നും നോ എന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാ കുട്ടി ഇത്? പറഞ്ഞില്ലേ, ഒരു പരീക്ഷണമാണ്. ഇവിടെ എടുക്കുന്ന തീരുമാനമാണ് ഫൈനൽ, പിന്നെ അതിന് മാറ്റമില്ല. ഞാൻ നോ എന്ന് ഉദ്ദേശിക്കുന്ന വിരലാണ് അമ്മ തൊടുന്നതെങ്കിൽ അരവിന്ദരാജയുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലാന്ന് അച്ഛന്റെ ആത്മാവ് അറിയിക്കുന്നു. ഇനി യെസ് എന്ന് ഉദ്ദേശിക്കുന്ന വിരലിലാണ് തൊടുന്നതെങ്കിൽ വിവാഹത്തിന് സമ്മതമാണെന്നർത്ഥം. ഞാനില്ല ഇത്തരം കുട്ടിക്കളികൾക്കൊന്നും. അതിന്റെ അർത്ഥം അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്നാ. പെറ്റമ്മയേക്കാൾ ഞാൻ സ്നേഹിച്ചതൊക്കെ വെറുതെ. സാധാരണ ഒരു മരുമകളുടെ സ്ഥാനം അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയല്ല മോളെ. എന്നാലേ ഏതെങ്കിലും ഒരു വിരലിൽ തൊട്. ദൈവസാക്ഷിയായിട്ട് മീരാമ്മ ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയില്ല. തൊട്. മോളെ, അങ്ങനെ മീരയുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഉറപ്പാണോ അച്ഛാ? ആ അതെ, ആണെന്നേ. ദേ, അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലെ ഞെട്ടിയിട്ടില്ല. അതെന്തു പറ്റി? ഉണ്ണിത്താന്റെ ഫോൺ വന്നു, ഞാനങ്ങ് അറ്റൻഡ് ചെയ്തു. ആ അപ്പൊ കേൾക്കുന്നത് എന്താ? നിങ്ങളും മീരയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന്. എങ്ങനെ ഞെട്ടാതിരിക്കും? അതെ, ഉണ്ണിത്താൻ അരവിന്ദ് രാജയെ വിളിച്ചതാ. നമ്പർ മാറിയിട്ട് കോൾ എനിക്കാ വന്നത്. ഇതിന്ന് എന്തു മനസ്സിലായി? അച്ഛനെ ഒരു നാണമില്ലെന്ന്. ഓ, അല്ലെങ്കിൽ അത് കേട്ട് ഞെട്ടുവോ? അതല്ല, ഉണ്ണിത്താൻ ആകെ എക്സൈറ്റഡ് ആണെന്ന് മനസ്സിലായി. അതെ, അതുകൊണ്ടാ നമ്പർ മാറിപ്പോയത്. അങ്ങനെ എവർഷൈൻ അപ്പാർട്ട്മെന്റില് ഒരു വ്യത്യസ്തമായ മാരേജ് നടക്കാൻ പോവുക. ആ, പക്ഷേ ഒരാൾക്കിത് തീരെ സഹിക്കില്ല. ആ വിമലക്കല്ലയോ? ആ അതെ, ഉണ്ണിത്താനോടൊന്ന് സൂചിപ്പിക്കണം. അവള് വല്ല ഏടാകൂടം ഒപ്പിക്കാൻ ഇടയുണ്ട്. കല്യാണം അലമ്പാക്കാനേ അവള് ചിലപ്പോ കൂടോത്രം വരെ ചെയ്യും. അതിലൊന്നും ഒരർത്ഥമില്ല അച്ഛാ. എന്നാ പിന്നെ എന്തിനാ യുദ്ധവും മറ്റും? ശത്രു രാജ്യത്തിനെതിരെ കൂടോത്രം ചെയ്താ പോരെ? അതെ, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങൂന്നൊരു ചൊല്ലുണ്ട്, അറിയാമോ? കല്യാണം കഴിഞ്ഞ് മീരേച്ചയെ അരവിന്ദ് രാജ ഇവിടുന്ന് കൊണ്ടുപോകുമായിരിക്കും. അത് ഓർക്കുമ്പോ ഒരു വിഷമോ? അതെ, ചിലപ്പോ അയാള് മീരയുടെ ഫ്ളാറ്റിലോട്ട് താമസം മാറാനും മതി. അതുണ്ടാവൂന്ന് തോന്നുന്നില്ല. അവിടെ നിഖിലും വൈഫും ഇല്ലേ അച്ഛാ? ഒരു പ്രായം കഴിഞ്ഞുള്ള വിവാഹം എന്നൊക്കെ പറയുമ്പോഴേ പ്രശ്നങ്ങൾ പലതാ. നിളയ്ക്കേ വിശേഷമാവേണ്ട സമയമായി. മീരയുടെ കല്യാണം കഴിഞ്ഞാലേ തനിക്കൊരു കുട്ടി വേണമെന്ന് അരവിന്ദ് രാജ ആഗ്രഹിച്ചുകൂടായികയുണ്ടോ? പിന്നെ മരുമകളും അമ്മായിയമ്മയും ഒരേ സമയത്ത് പ്രസവത്തിനു വേണ്ടി കയറേണ്ടി വരുമോ? അരവിന്ദ് രാജ എന്തു തീരുമാനിക്കുമോ എന്തോ, ആർക്കറിയാം. നന്നായി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ രാജ് കിച്ചണിൽ ജോലി ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മറക്കാൻ പറ്റില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണ്. താങ്ക്സ്. മിലി പോകാൻ തീരുമാനിച്ചു, രാജിക്കത്തും തന്നു. ഞാനിനി എന്തു പറയാൻ? പക്ഷെ ഞാൻ ഈ രാജിക്കത്ത് സ്വീകരിക്കുന്നില്ല. മുത്തച്ഛ, ഒന്ന് പതുക്കെ പറ. മീരാമ്മയുടെ ഡീറ്റെയിൽസ് എന്തു കൊടുക്കണം? ദേ, മുത്തച്ഛന്റെ മകന്റെ ഭാര്യയായ മീരയെന്നോ അതോ നിഖിലിന്റെ അമ്മയെന്നോ? അരവിന്ദ് രാജയെ പറ്റി എന്തച്ചടിക്കും? ഭാര്യ മരിച്ചുപോയാളെന്നോ? അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇങ്ങനെ ചെയ്തതാ. കല്യാണക്കുറി കാണുന്നവർക്കൊരു പുതുമ തോന്നുകയും ചെയ്യും. പെണ്ണിന് ബുദ്ധിയുണ്ട്. എന്നിട്ട്
ഈ മോഡൽ തന്നെ മതി നിങ്ങൾ തീരുമാനിച്ചോ? ഞാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ വേണ്ടെന്ന് ആജ്ഞാപിക്കും മുത്തശ്ശൻ. അങ്ങനെ ആളാവണ്ട. അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ തീരുമാനിക്കൂ? അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുത്തശ്ശനാണല്ലോ. ഞാനൊരു ഐഡിയ കൊണ്ടുവന്നു. അത് വേണോ വേണ്ടോ എന്ന് മുത്തശ്ശൻ പറയണം. മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്നാ മാറ്റിയേക്കാം. താരക്കേടില്ല. ഇനി ഏതായാലും മാറ്റാനൊന്നും പോകണ്ട. ഈ കാർഡ് തന്നെ മതി. ആവശ്യത്തിന് പ്രിന്റ് ചെയ്യും. അത്രേ ഉള്ളൂ. നിഖിലിനെ കൂടെ കാണിച്ചു തരും. എന്താ നോക്കേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓ, സാർ അത്രയെങ്കിലും അഭിപ്രായം പറഞ്ഞല്ലോ. ഇൻവിറ്റേഷൻ കാർഡ് 2 ദിവസം കഴിഞ്ഞടിച്ചാ മതി. അതെന്താ മുത്തശ്ശ? ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം വരുത്തണോ ഇതില്? മൊത്തത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടി വന്നാലോ? ഇതിനിടയിൽ ഒരു പ്രധാന കാര്യം വിട്ടുപോയി. ഞാൻ ഓർത്തതാണ്, പിന്നങ്ങ് മറന്നുപോയി. മീരയുടെയും അരവിന്ദ് രാജായുടെയും നാൾപ്പൊരുത്തം മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇതുവരെ. അത് പോരാ. 2 പേരുടെയും ഗ്രഹനില ഒത്തു നോക്കണം, ജാതകം നോക്കണം. അരവിന്ദ് സാറിന്റെ കയ്യില് ജാതകം കാണുമായിരിക്കും. ജനന സമയം അറിയാവല്ലോ. അത് വെച്ച് ഗണിച്ചെടുത്താൽ ബാക്കിയൊക്കെ ശരിയാവും. അപ്പോ ജാതകം തമ്മിൽ ചേരില്ലെങ്കിലോ? അവിടെ നിർത്തും ഈ ആലോചന. മുത്തശ്ശ, ജാതകം ചേർന്നില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല. അച്ഛനൊന്നേ അപ്പുറത്തോട്ട് പോയിട്ട് വരട്ടെ. അച്ഛന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഓ, ഒന്നും പറയണ്ട. ആ ഉണ്ണിത്താനെ വലിയ പ്രതീക്ഷയിലായിരുന്നു. മീരയുടെ കല്യാണം നടന്നാൽ മൂപ്പരുടെ വലിയൊരു ബാധ്യത തീരുവാണല്ലോ. പ്രായമായ പെൺമക്കളുള്ള അച്ഛന്മാർക്ക് അതൊക്കെ മനസ്സിലാവും. എന്നിട്ട് ഇവിടെ ഒരു മകള് പ്രായമായി നിൽക്കുന്നതിന്റെ ടെൻഷനൊന്നും അച്ഛനില്ലല്ലോ. എന്നാര് പറഞ്ഞു മോളെ? അതെ, ഞാനത് പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പുറമേ കാണുന്നവർക്ക് കൃഷ്ണൻകുട്ടി ഹാപ്പിയാ, ജോളിയാ. പക്ഷേ ഉള്ളിൽ അങ്ങനൊന്നും അല്ല കേട്ടോ. വേണ്ട വേണ്ട, സെന്റ് വേണ്ട അച്ഛാ. എന്റെ അച്ഛന്റെ മുഖത്തിന് അത് ഒട്ടും ചേരില്ല. അച്ഛനാ 6Bയിലെ കാര്യം എന്തായെന്ന് പറ. അതെ, കല്യാണാലോചന ഉണ്ണിത്താനങ്ങ് നിർത്തിവെച്ചിരിക്കുക. ആ ജ്യോത്സ്യം പറഞ്ഞ സ്ഥിതിക്ക് അത് പ്രൊസീഡ് ചെയ്യുന്നില്ല അത്രേ. അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? സംശയമോ? എനിക്കൊരു ഡൗട്ടുണ്ട്. മീര ചേച്ചി അരവിന്ദ് രാജൻ തമ്മിലുള്ള കല്യാണം നടക്കരുതെന്ന് ജ്യോത്സ്യൻ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതൊന്നും അല്ല, ആരോ പറയിപ്പിച്ചതാ. മോളെ, അതെ അച്ഛാ, അത് തന്നെയാ സത്യം. അതാര് പറയിപ്പിച്ചു എന്നാ? മീര ചേച്ചിയുടെ അസൂയയും ദേഷ്യമുള്ള ആരോ ഒരാള്. അങ്ങനെ ഒരാൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതെ, ആ വിമലയാണോ? അത് തന്നെ അച്ഛാ. ജോത്സനെ കണ്ട് ഈ പാര ഒപ്പിച്ചത് വിമലയാണെന്നാ എനിക്ക് തോന്നുന്നത്. എങ്കിലത് ചോദിക്കണമല്ലോ. അതൊന്നും വേണ്ട അച്ഛാ, മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇത്തരം കാര്യങ്ങളിലെ കൃത്യമായ വിവരം കിട്ടാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോ അബദ്ധമായാലോ. എങ്കിലും വിമലയാണ് ഇതിന്റെ പിന്നിലെന്നാ എന്റെ ബലമായ വിശ്വാസം. നമ്മുടെ വിവാഹം നടന്നാൽ ഞാൻ മരിച്ചു പോകുന്നല്ലേ ജോത്സ്യന്റെ കണ്ടെത്തൽ. അതെന്താ, നിസ്സാരമായ കാര്യമാണോ? മരിക്കാൻ എനിക്ക് ഭയമില്ലെങ്കിലോ? ഒരാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ. എനിക്ക് അത്ര ആയുസ്സുള്ളൊന്നും സമാധാനിച്ചോളാം. അപ്പോ എന്റെ കാര്യോ? ജീവിതത്തിന്റെ ബാക്കിയുള്ള സമയം മുഴുവനും എനിക്ക് സമാധാനം ഉണ്ടാവോ? സമാനമായ ഒരു നീറ്റലിന്റെ ചൂട് അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ. ഇപ്പോഴും അതെന്നെ വിട്ടു മാറിയിട്ടില്ല.